السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഇമാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അൽ കബായിർ എന്ന കിതാബാണ് നമ്മൾ വായിച്ചു വരുന്നത്. 32-ാമത്തെ അധ്യായമാണ് അവസാനം നമ്മൾ വായിച്ചത്. ബാബുൻ ദിക്റുർ റൈബി, സംശയം അതല്ലെങ്കിൽ യഖീനില്ലായ്മ, ഉറച്ച ദൃഢവിശ്വാസമില്ലാത്ത ഒരവസ്ഥക്കാണ് അർ-റൈബ് എന്ന് പറയുക. അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന അധ്യായം. അഥവാ യഖീനില്ലാതിരിക്കുക, സംശയാലുവായി ജീവിക്കുക എന്നത് വൻപാപങ്ങളിൽ പെട്ട പാപമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. റൈബും ശക്കും അഥവാ യഖീനിന് വിരുദ്ധമായ രണ്ടു കാര്യങ്ങൾ സാധാരണ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയ വൻപാപങ്ങൾ പോലെയല്ല. മറിച്ച് നമ്മുടെ ഈമാൻ പൊളിഞ്ഞു പോകുന്ന, ഒരാൾ ദീനിൽ നിന്ന് പുറത്തായി പോകുന്ന കാര്യമാണ് അർ-റൈബ്, സംശയം എന്ന് പറഞ്ഞാൽ. ഷെയ്ഖ് റഹിമഹുള്ള തുടക്കത്തിൽ 3 വ്യത്യസ്തങ്ങളായ ആയത്തുകളാണ് നൽകിയിട്ടുള്ളത്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു, തീർച്ചയായും മുഅ്മിനീങ്ങൾ ഇവർ മാത്രമാകുന്നു. ആരാണവർ? അവർ അല്ലാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിച്ചവരാകുന്നു. സുമ്മ ലം യർതാബു, പിന്നീട് അവരുടെ വിശ്വാസത്തിൽ അവർ യാതൊരു നിലക്കുള്ള സംശയവും ഉണ്ടാക്കിയില്ല. മറിച്ച് അവരുടെ വിശ്വാസം ദൃഢമായിരുന്നു, യഖീനുള്ളതായിരുന്നു. അവർ മാത്രമാണ് മുഅ്മിനീങ്ങൾ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അല്ലാഹു സൂറത്തുൽ ബഖറയിൽ തുടക്കത്തിൽ മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞു, വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. അല്ലാഹു പറഞ്ഞു, അവർ പരലോകത്തിൽ യഖീനുള്ളവരാണ്, ദൃഢവിശ്വാസമുള്ളവരാണ്. അതുപോലെ സൂറത്തുൽ ജാസിയയിൽ നിന്ന് ഷെയ്ഖ് ഉദ്ധരിച്ച ആയത്ത്, അതിൽ അള്ളാഹുവിൻ്റെ വാഗ്ദാനം ഹക്കാകുന്നു. വസ്സാഅതു ലാ റൈബ ഫീഹാ, അന്ത്യനാൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവും ഇല്ല തന്നെ എന്നു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ വാക്ക് നേരെ തിരിച്ചാണ്. യഖീനില്ലാത്ത വർത്തമാനമാണ് അവർ പറഞ്ഞത്. അവർ പറഞ്ഞു, മാ നദ്രി മസ്സാഅ, എന്താണ് ഖിയാമത്ത് നാൾ എന്ന് നമുക്കറിയില്ല. ഇൻ നദുന്നു ഇല്ലാ ളന്നൻ വമാ നഹ്നു ബിമുസ്തൈഖിനീൻ, നമ്മൾ കേവലം ചില ഊഹങ്ങളിലായിരുന്നു. ഇങ്ങനെ എന്തൊക്കെയോ ഊഹങ്ങളിൽ, അങ്ങനെയുള്ളൊരു അവസ്ഥയിലായിരുന്നു. നമ്മൾ യഖീനുള്ളവരായിരുന്നില്ല. അതുകൊണ്ടാണ് ശേഷം അല്ലാഹു തആല പറഞ്ഞത് സൂറത്തുൽ ജാസിയയിലെ
ഷെയ്ഖ് ഇവിടെ കൊണ്ടുവന്ന ആയത്തിന്റെ ശേഷം അല്ലാഹു പറഞ്ഞു വബദാലഹും സയ്യിആതു മാ അമിലു വഹാഖ ബിഹിം മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. അവർ പ്രവർത്തിച്ച മോശമായ ആ പ്രവൃത്തി, അതിൻ്റെ തിക്തഫലം അവർ ഖിയാമത്ത് നാളിൽ കാണുകയുണ്ടായി, അവർക്ക് പ്രകടമായി. മാത്രമല്ല, അവരെന്തിനെയാണോ പരിഹസിച്ചു കൊണ്ടിരുന്നത്, അവർ ദുനിയാവിൽ യഖീനുള്ള ദൃഢവിശ്വാസികളായ മുഅ്മിനീങ്ങളെയും അന്ത്യനാളിനെയും അതുപോലെയുള്ള ഈമാനികമായ കാര്യങ്ങളെയും ഒക്കെ പരിഹസിച്ചിരുന്നു. ആ പരിഹാസത്തിൻ്റെ ഫലമായി അവരെ അതാ അല്ലാഹു തആലയുടെ ശിക്ഷ വലയം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. പിന്നീട് അല്ലാഹു തആല അവരെക്കുറിച്ച് പറഞ്ഞ ആയത്തുകൾ, അല്ലാഹു ഇന്നേ ദിവസം അവരെ മറന്നുകളഞ്ഞിരിക്കുന്നു. കാരണം അവർ ഇങ്ങനെ ഒരു ഖിയാമത്ത് നാൾ, ഇങ്ങനെ ഒരു ഒരുമിച്ച് കൂടൽ ഒക്കെ മറന്നവരാണ്, അതിനൊക്കെ പരിഹസിച്ച് നടന്നവരായിരുന്നു. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ അവരെ കൈയൊഴിയുകയാണ് എന്നാണ് ശേഷം പറഞ്ഞ ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സഹോദരങ്ങളെ, ഈ ആയത്തുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത് കൊണ്ടാണ് കൂടുതൽ ആ ആയത്ത് മുഴുവനും പാരായണം ചെയ്തു പറയാതിരുന്നത്. ഇതൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് യഖീനിൻ്റെ പ്രാധാന്യമാണ്. റൈബ്, ശക്ക് എന്നത് നമ്മുടെ മനസ്സിൽ ഒരു നിലക്കും കടന്നുകൂടരുത്. നമ്മുടെ ദീൻ ഫസാദായി കളയും, നമ്മുടെ പരലോകം നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ്. ശേഷം അദ്ദേഹം കൊണ്ടുവന്ന ചില അസറുകൾ, വകാന മുആദുൻ റളിയല്ലാഹു അൻഹു യഖൂലു ഫീ മജ്ലിസിഹി കുല്ല യൗമിൻ ഖല്ലമാ യുഖ്തിഉഹു. എല്ലാ ദിവസവും മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഇൽമിയായ മജ്ലിസിൽ, അദ്ദേഹത്തിൻ്റെ ദർസുകളിൽ പറയാറുണ്ടായിരുന്നു. അത് പറയാതെ എഴുന്നേൽക്കുന്ന ദിവസങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്താണ് അദ്ദേഹം പറയാറുണ്ടായിരുന്നത്? അല്ലാഹു ഹക്കമുൻ ഖിസ്തുൻ, അല്ലാഹു റബ്ബുൽ ആലമീൻ അവനാണ് വിധികർത്താവ്. അവൻ്റെ വിധി, ഏത് വിധി, പ്രാപഞ്ചികമായ വിധിയാവട്ടെ, മതപരമായ വിധിയാവട്ടെ, പ്രതിഫലവുമായി ബന്ധപ്പെട്ട വിധിയാവട്ടെ, അതൊക്കെ ഖിസ്തുൻ, നീതി പൂർണ്ണമാണ്, ഏറ്റവും നീതിയുള്ളതാണ്. ഒരനീതിയും അള്ളാഹു ചെയ്യുകയില്ല. ഹലകൽ മുർതാബൂൻ, സംശയാലുക്കളായ ആളുകൾ നശിച്ചു പോയിരിക്കുന്നു. അഥവാ ആരാണോ അള്ളാഹുവിൻ്റെ വിധിയിൽ, അള്ളാഹു തീരുമാനിച്ച അവൻ്റെ തീരുമാനങ്ങളിൽ സംശയം കാണിച്ചത്, അതിൽ യഖീനില്ലാത്ത അവസ്ഥ ആർക്കാണോ ഉണ്ടായത്, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നശിച്ചിരിക്കുന്നു. വൽ ഹലാക്ക്, ഇവിടെ ഹലാക്ക് എന്ന് പറഞ്ഞാൽ ഹലാക്കുൽ കുഫർ, അയാൾ കുഫറിൽ അകപ്പെട്ടിരിക്കുന്നു, അയാൾ കാഫിറായി പോയിരിക്കുന്നു, അങ്ങനെ നശിച്ചു പോയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ നോക്കൂ, അള്ളാഹുവിൻ്റെ വിധി തീരുമാനങ്ങളിൽ ഒരു ശക്കും ഉണ്ടാവാൻ പാടുള്ളതല്ല. അള്ളാഹു തആല തീരുമാനിച്ചു, അള്ളാഹു വിധിച്ചു. അത് പ്രപഞ്ചത്തിൽ നടക്കുന്ന കാര്യങ്ങളാവട്ടെ, മതപരമായ കാര്യങ്ങളാവട്ടെ, ഇനി പ്രതിഫലവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളാവട്ടെ, അതൊക്കെ സമിഅനാ വ അതഅനാ എന്നായിരിക്കണം നമ്മുടെ നിലപാട്. സുമ്മലം യർതാബു, നേരത്തെ നമ്മൾ കേട്ട ആയത്തിൽ വന്നതുപോലെ പിന്നീട് ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. പിന്നീട് അതെന്തുകൊണ്ട് അങ്ങനെ, ഇതെന്തുകൊണ്ട് ഇങ്ങനെ, അതെന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ എന്ന ഒരു ശക്ക്, റൈബ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചില വാക്കുകൾ കൊണ്ടുവന്നു. ഇന്ന മിനൽ യഖീനി അല്ലാ തുർദിയ അഹദൻ ബിസഖത്തില്ലാ, തീർച്ചയായും യഖീനിൽപ്പെട്ടതാണ്, ദൃഢവിശ്വാസത്തിൽപ്പെട്ടതാണ്, അള്ളാഹുവിനെ ഉറപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ കോപം ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരാളെയും തൃപ്തിപ്പെടുത്താൻ പാടുള്ളതല്ല എന്നുള്ളത്. വലാ തഹ്മദ അഹദൻ അലാ മാ ആതാക അല്ലാഹ്, അള്ളാഹു നിനക്ക് വല്ലതും നൽകിയിട്ടുണ്ടെങ്കിൽ നീ മറ്റൊരാൾക്കും സ്തുതി പറയരുത്, മറിച്ച് നീ അള്ളാഹുവിനാണ് സ്തുതി പറയേണ്ടത്. വലാ തലൂമ അഹദൻ അലാ മാ ലം യുതിക അല്ലാഹ്, അള്ളാഹു നിനക്ക് വല്ലതും നൽകിയിട്ടില്ല എങ്കിൽ അതിൻ്റെ പേരിൽ നീ ഒരാളെയും ആക്ഷേപിക്കരുത്. അഥവാ നീ ഒരാളോട് വല്ലതും ചോദിച്ചു, നിനക്ക് അയാൾ അത് തന്നില്ല എങ്കിൽ നീ മനസ്സിലാക്കുക അത് നിനക്ക്
ലഭിക്കേണ്ടതായിരുന്നില്ല, അതുകൊണ്ടാണ് കിട്ടാതിരുന്നത്. അതിൻ്റെ പേരിൽ ആളുകളെ പഴിപറയാനോ ചീത്ത പറയാനോ പാടുള്ളതല്ല. വഇന്നല്ലാഹ ബിഇൽമിഹി വഖിസ്തിഹി ജഅല അർ-റൗഹ വൽ ഫറഹ ഫിൽ യഖീൻ. അല്ലാഹുവിൻ്റെ പരിപൂർണമായ അറിവിൻ്റെയും അവൻ്റെ നീതിയുടെയും അടിസ്ഥാനത്തിൽ അല്ലാഹു തആല സന്തോഷവും സമാധാനവും ഒക്കെ യഖീനിലാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ആർക്കാണോ ദൃഢവിശ്വാസമുള്ളത്, യഖീനുള്ളത്, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സന്തോഷത്തിലും സമാധാനത്തിലും ആശ്വാസത്തിലുമൊക്കെ ആയിരിക്കും. അയാൾ ഒരിക്കലും പതറിപ്പോവുകയില്ല. അള്ളാഹുവിൻ്റെ വല്ല വിധിയും, ഇപ്പം നേരത്തെ അദ്ദേഹം പറഞ്ഞ വാക്ക് തന്നെ എടുത്താൽ, അദ്ദേഹം പറഞ്ഞ വാക്ക് തന്നെ നോക്കൂ. അള്ളാഹുവിനെ കോപിപ്പിച്ചുകൊണ്ട് ഒരാളെയും തൃപ്തിപ്പെടുത്താൻ പാടുള്ളതല്ല. അത് യഖീനാണ്. ആര് നമ്മെ വെറുത്താലും സത്യം പറയുക, സത്യത്തിൻ്റെ കൂടെ നിൽക്കുക, സത്യത്തിൻ്റെ ആളുകളായി തീരുക, അത് യഖീനാണ്. ദുനിയാവിലെ വല്ലതും നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയത്തിൻ്റെ പേരിൽ അള്ളാഹുവിനെ വെറുപ്പിച്ചുകൊണ്ട് നേടിയെടുക്കുക എന്നത് യഖീനിന് വിരുദ്ധമാണ്. അതുപോലെ തന്നെ വല്ലതും ലഭിച്ചാൽ ഇത് അള്ളാഹു എനിക്ക് നൽകിയതാണ് എന്ന യഖീൻ ഉണ്ടാവണം. ആളുകൾക്ക് നന്ദി പറയാൻ നമ്മൾ കാണിക്കുന്ന അതിൻ്റെ 1000 മടങ്ങ് അള്ളാഹുവിന് സ്തുതി പറയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ നമുക്ക് വല്ലതും കിട്ടിയില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ ഖദറാണ്, നമുക്കത് കിട്ടേണ്ടതായിരുന്നില്ല. നമുക്കത് വന്ന് കിട്ടണമെങ്കിൽ അത് കിട്ടാതെ ഒരിക്കലും പോകുമായിരുന്നില്ല. ഇതൊക്കെ നമ്മുടെ യഖീനിൻ്റെ ഭാഗമാണ്. ഈ യഖീനിലാണ് സന്തോഷവും സമാധാനവും ഒക്കെ അള്ളാഹു നിശ്ചയിച്ചത്. അത് അള്ളാഹുവിൻ്റെ നീതിയാണ്. വജഅലൽ ഹമ്മ വൽ ഹസന ഫിശ്ശക്കി വസ്സുഖ്തി. സംശയത്തിലും കോപത്തിലുമാണ്, അഥവാ അള്ളാഹുവിൻ്റെ ഖദറിൽ തൃപ്തിയില്ലാതെ കോപിക്കുന്ന ഒരവസ്ഥ, ദൃഢതയില്ലാത്ത ഒരവസ്ഥ ആർക്കാണോ ഉണ്ടായത് അയാൾക്കാണ് ദുഃഖവും സങ്കടവും മനപ്രയാസവും ഒക്കെ അള്ളാഹു നിശ്ചയിച്ചത്. അത് അള്ളാഹുവിൻ്റെ നീതിയാണ്. വഇന്ന റിസ്ഖല്ലാഹി ലാ യജുറുഹു ഹിർസു ഹരീസ്. അള്ളാഹു റബ്ബുൽ ആലമീൻ തീരുമാനിച്ച റിസ്ഖ്, ഉപജീവനം ഒരാളുടെയും പരിശ്രമം കൊണ്ട് അയാളിലേക്ക് വന്നു ചേരുകയില്ല. വലാ യറുദ്ദുഹു കറാഹിയതു കാരിഹ്. ആർക്കെങ്കിലും അനിഷ്ടമാണ്, ഇഷ്ടമല്ല എന്നതുകൊണ്ട് അള്ളാഹു നിശ്ചയിച്ചത് ഒരിക്കലും തടയപ്പെടുകയും ചെയ്യുകയില്ല. ഇത് സഹോദരങ്ങളെ യഖീൻ, ദൃഢത എന്താണ് എന്ന് പഠിപ്പിക്കുന്ന കാര്യമാണ്. അവസാനം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാക്കാണ് നമ്മുടെ തലക്കെട്ടുമായി ബന്ധപ്പെട്ട കാര്യം. അഥവാ സംശയവും അള്ളാഹുവിൻ്റെ ഖദറിൽ തൃപ്തിയില്ലായ്മയും ആർക്കാണ് ഉള്ളത് അയാൾക്കാണ് എല്ലാവിധ പ്രയാസവും മനപ്രയാസവും ദുഃഖവും ഒക്കെ ഉണ്ടാവുക. നേരത്തെ അദ്ദേഹം മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് നമ്മൾ കേട്ടു. ഹലക്കൽ മുർതാബൂൻ, സംശയാലുക്കൾ നശിച്ചു പോയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ഖദറിന് കീഴൊതുങ്ങാതിരുന്നാൽ അത് നാശമാണ്, നമ്മുടെ ഇഹലോകവും പരലോകവും ഒക്കെ നശിപ്പിച്ചു കളയും എന്നുള്ളതാണ്. അതുകൊണ്ട് യഖീനിൻ്റെ പ്രാധാന്യമാണ് ഇത് അറിയിക്കുന്നത്. ഇതുവരെയാണ് സഹോദരങ്ങളെ കഴിഞ്ഞ ദർസിൽ നമ്മൾ വായിച്ചത്. ശേഷം അദ്ദേഹം പറഞ്ഞു, വഖാല ഉമറു റളിയല്ലാഹു അൻഹു യൗമൽ ഹുദൈബിയ്യ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹുദൈബിയ സന്ധിയുടെ ദിവസത്തിൽ പറയുകയുണ്ടായി, ഫഅമിൽതു ലിദാലിക അഅമാലൻ. അതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുകയുണ്ടായി. ഈ വാക്ക് അദ്ദേഹം പറയാൻ കാരണമുണ്ട്, സാഹചര്യമുണ്ട്. നമുക്കറിയാം, ഹുദൈബിയ സന്ധി എന്നത് ഒരുപാട് പ്രയാസമായിരുന്നു അതിൻ്റെ തുടക്കത്തിൽ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും ഹറമിലേക്ക് ഉംറയ്ക്ക് വന്നതാണ്. പക്ഷേ അവർ ഖുറൈശികൾ, മുശ്രിക്കുകൾ തടയുകയുണ്ടായി. ഹറമിൻ്റെ അടുത്തെത്തി, പക്ഷേ ഉംറ ചെയ്യാൻ അവർ സമ്മതിച്ചില്ല. അങ്ങനെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അവരിലേക്ക് അയക്കുകയുണ്ടായി ചർച്ച ചെയ്യാൻ. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ വിവരം ലഭിക്കുന്നു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടിരിക്കുന്നു. അതാരോ അടിച്ചുവിട്ടതാണ്. ഇത് കേട്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ യുദ്ധത്തിന് വേണ്ടി വിളിച്ചു. ഇനി നമുക്ക് യുദ്ധം ചെയ്യാം. അങ്ങനെയാണ് ആ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് ബൈഅത്ത് വാങ്ങുന്നത്. അപ്പോഴേക്കും മുശ്രിക്കുകളിൽ നിന്നും ഒരാൾ വന്നുകൊണ്ട് സന്ധിയിലെത്താമെന്ന് പറയുകയുണ്ടായി. യുദ്ധം വേണ്ടി വന്നില്ല. അങ്ങനെയാണ് ഹുദൈബിയ സന്ധി
കരാറിലേക്ക് എത്തുന്നത്. വിശാലമായ ചരിത്രമാണ്, ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ സന്ധി എടുത്തു നോക്കിയാൽ തീർത്തും മുസ്ലിമീങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. എത്രത്തോളം എന്നാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയപ്പോൾ അത് എഴുതാൻ സമ്മതിച്ചില്ല. റഹ്മാൻ അർ റഹീം എന്ന അള്ളാഹുവിൻ്റെ നാമം നമുക്ക് പരിചയമില്ല, അതൊന്നും എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുപോലെ മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന് എഴുതാൻ പോയപ്പോൾ അതും എഴുതാൻ സമ്മതിച്ചില്ല. നീ റസൂലാണെങ്കിൽ പിന്നെ അത് നമ്മൾ അംഗീകരിച്ചാൽ പിന്നെ ഈ പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞ് മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് എഴുതാൻ പറഞ്ഞു. അങ്ങനെ പുറമേക്ക് നോക്കുമ്പോൾ വലിയ നിന്ദ്യതയാണ് സഹാബത്ത് കാണുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ദേഷ്യവും രോഷവും സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. അതിനിടയിൽ ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. അവർ വെച്ച കരാർ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് ആരെങ്കിലും അങ്ങോട്ടേക്ക് പോയാൽ തിരിച്ചയക്കണം, അവിടുന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ തിരിച്ചയക്കുകയില്ല എന്ന് പറഞ്ഞാൽ തീർത്തും ഒരു കരാറിൽ പാലിക്കേണ്ട ഒരു മര്യാദകളും പാലിക്കാതെ മുസ്ലിമീങ്ങളെ നിന്ദ്യരാക്കുന്ന രൂപത്തിലാണ് അവർ ആ ഹുദൈബിയ സന്ധി തയ്യാറാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം ക്ഷമയോടെ നോക്കി നിൽക്കുകയുണ്ടായി, പ്രതികരിക്കാതെ. അവരെന്താണോ പറയുന്നത് അതുപോലെ നിൽക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സന്ധിയിലൂടെ മുസ്ലിമീങ്ങൾക്ക് വമ്പിച്ച വിജയം നൽകുകയുണ്ടായി പിന്നീട്. അതുകൊണ്ട് വലിയ നന്മയാണ് ഉണ്ടായത്. ഹുദൈബിയ സന്ധിയുടെ ചരിത്രം വായിച്ചാൽ നമുക്ക് കാണാം. അതിനെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന. തീർച്ചയായും വ്യക്തമായ ഒരു വിജയം ഓ നബിയെ താങ്കൾക്ക് നാം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് പിന്നീട് വലിയ ഖൈറുണ്ടായി. എന്നാൽ ഈ സംഭവം അരങ്ങേറുന്നതിനിടയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല. അതാണ് നമ്മുടെ വിഷയം. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനങ്ങൾ കേട്ടപ്പോൾ അതിനോട് എതിരായി പ്രതികരിക്കുകയുണ്ടായി. എന്തിനാണ് നബിയെ നമ്മുടെ ദീൻ ഇങ്ങനെ ഈ രൂപത്തിൽ അവർക്ക് വിട്ടുകൊടുക്കുന്നത്? ദീനിയായ ഒരു അധപ്പതനം എന്തിന് നമ്മൾ ഏറ്റുവാങ്ങണം? എന്തിനാണ് നബിയെ നമ്മളിങ്ങനെ താഴ്ന്നു കൊടുക്കുന്നത് എന്നൊക്കെയുള്ള വർത്തമാനം അദ്ദേഹം പറഞ്ഞുപോയി. അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ പോയി. അദ്ദേഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു. എല്ലാം അംഗീകരിച്ചുകൊണ്ടുള്ള വർത്തമാനമാണ് കേൾക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത്, ഉമർ റളിയല്ലാഹു അൻഹുവിന്. അങ്ങനെ പിന്നീട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനം അതാണ് ശരി. എന്നാൽ ആദ്യം അദ്ദേഹം എതിർത്തു പറഞ്ഞു. അദ്ദേഹം ഒരു ഉറപ്പില്ലാത്ത രൂപത്തിൽ സംസാരിച്ചു. യഥാർത്ഥത്തിൽ അദ്ദേഹം റൈബുള്ളത് കൊണ്ടോ ഷക്കുള്ളത് കൊണ്ടോ നിഷേധിച്ചത് കൊണ്ടോ ഒന്നുമല്ല അവിടെ പ്രതികരിച്ചത്, മറിച്ച് അദ്ദേഹം യഖീനുള്ളത് കൊണ്ടാണ് പ്രതികരിച്ചത്. കാരണം നമ്മുടെ കയ്യിലാണ് ഹക്ക്, നമ്മളാണ് ഹക്കിൻ്റെ ആളുകൾ, നമ്മളാണ് അള്ളാഹുവിൻ്റെ റസൂലും സഹാബത്തുമാണ്, ഹക്ക് നമ്മുടെ കയ്യിലാണ്, പിന്നെന്തിന് നമ്മൾ താഴ്ന്നു കൊടുക്കണം എന്ന ദൃഢത മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകളോട് ഒരു വേള സംശയമുണ്ടാകുന്ന രൂപത്തിൽ പ്രതികരിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം പറഞ്ഞ വാക്കാണിത്, ഫഅമിൽതു ലിദാലിക അമാലൻ. ആ പറഞ്ഞതിൻ്റെ പേരിൽ അതിന് പ്രായശ്ചിത്തമെന്നോണം ഞാൻ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുകയുണ്ടായി എന്ന് പറഞ്ഞാൽ ഷക്ക്, സംശയം ജീവിതത്തിൽ ഉണ്ടായിപ്പോയി എന്ന് അദ്ദേഹം ഭയന്നു. അതുകൊണ്ട് അതിന് പ്രായശ്ചിത്തമായി അദ്ദേഹം പിന്നീട് ചില റിവായത്തുകളിൽ കാണാം സ്വതക്കകളും നോമ്പുകളും അതുപോലെ തന്നെ അടിമമോചനവും തുടങ്ങി അനേകം സൽക്കർമ്മങ്ങൾ പ്രായശ്ചിത്തമായി അദ്ദേഹം ചെയ്യുകയുണ്ടായി. എന്തിനു വേണ്ടി? പറഞ്ഞത് ഹക്കാണ്, ഒരിക്കലും റൈബ് കൊണ്ട് പറഞ്ഞതല്ല, സംശയം കൊണ്ട് പറഞ്ഞതല്ല, മുനാഫിക്കുകൾ പറഞ്ഞതുപോലെ പറഞ്ഞതല്ല, നിഷേധികൾ പറഞ്ഞതുപോലെ പറഞ്ഞതല്ല. എന്നിട്ടും അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനോട് സംശയമുണ്ടാക്കുന്ന രൂപത്തിൽ സംസാരിച്ചു പോയല്ലോ എന്നതിൻ്റെ പേരിലാണ് ഈ പണിയൊക്കെ എടുത്തത്. ഇതിവിടെ ഷെയ്ഖ് കൊണ്ടുവന്നത് നോക്കൂ നിങ്ങൾ. എന്തിനാണ് ഷെയ്ഖ് ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്നത്? സംശയം എന്നതിൻ്റെ ഗൗരവം അറിയിക്കാനാണ്. അള്ളാഹുവും
അവൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കൽപ്പിച്ച വല്ല കാര്യങ്ങളിലും നമുക്ക് സംശയമോ എതിരഭിപ്രായമോ ഉണ്ടാവാൻ പാടുള്ളതല്ല. അത് വളരെ ഗുരുതരമാണ്, നമ്മുടെ ദീൻ തകർത്തു കളയുന്ന കാര്യമാണ്, അങ്ങേയറ്റം ഗൗരവമാണ് എന്നറിയിക്കുന്ന ചരിത്ര സംഭവമാണത്. ഇപ്പോൾ നോക്കൂ, ഉമർ റളിയല്ലാഹു അൻഹു വരെ അത്തരം പ്രയോഗം പേടിച്ചുപോയി എങ്കിൽ സഹോദരങ്ങളെ നമ്മളെത്ര ഭയക്കണം. അള്ളാഹുവിൻ്റെ ഒരു തീരുമാനം, അള്ളാഹുവിൻ്റെ ഒരു നിയമം, ദീനിലെ ഒരു നിയമം അത് കേൾക്കുമ്പോൾ അതിനോട് നമ്മുടെ വക അഭിപ്രായം പറയുന്ന എത്ര എത്ര ആളുകളുണ്ട്. സംശയം തോന്നിക്കുന്ന രൂപത്തിൽ, റൈബ് ഉണ്ടാവുന്ന രൂപത്തിൽ വലിയ അപകടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശേഷം അദ്ദേഹം പറഞ്ഞു, വഫീഹി മഅന ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം വന്നിരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, ذاق طعم الإيمان من رضي بالله ربا وبالإسلام دينا وبمحمد رسولا أخرجه مسلم وعن العباس رضي الله عنه مثله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ذاق طعم الإيمان, ഈമാനിൻ്റെ മാധുര്യം അത് നുകർന്നിരിക്കുന്നു. ആർക്കാണ് ഈമാനിൻ്റെ മാധുര്യം കിട്ടിയത്? മൻ റളിയ ബില്ലാഹി റബ്ബൻ, ആരാണോ അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടത്, വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ദീനായിക്കൊണ്ട് മതമായിക്കൊണ്ട് തൃപ്തിപ്പെട്ടത്, വബി മുഹമ്മദിൻ റസൂല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായിക്കൊണ്ടും തൃപ്തിപ്പെട്ടത്, അവന് ഈമാനിൻ്റെ മാധുര്യം ലഭിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ നോക്കൂ, ഈ രൂപത്തിൽ തൃപ്തി കാണിച്ചാൽ ഈ മൂന്ന് കാര്യങ്ങളും വളരെ സുപ്രധാനമായ കാര്യങ്ങളാണ്. എന്താണ് ഈ മൂന്ന് കാര്യങ്ങളുടെ പ്രത്യേകത? അള്ളാഹുവിനെ കുറിച്ചുള്ള തൃപ്തി, ദീനിനെ കുറിച്ചുള്ള തൃപ്തി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള തൃപ്തി. ഇതിൻ്റെ പ്രത്യേകത എന്താ? എന്താണ്? അഹ്സൻത്. ഈ മൂന്ന് കാര്യങ്ങളും ഖബറിൽ വെച്ച് ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങളാണ്. ആരാണ് നിന്റെ റബ്ബ് എന്ന് ചോദിച്ചാൽ എൻ്റെ റബ്ബ് അള്ളാഹു ആണ് എന്ന് ഉത്തരം പറയണമെങ്കിൽ അള്ളാഹുവിനെ ഞാൻ റബ്ബായി തൃപ്തിപ്പെടണം. അഥവാ അള്ളാഹുവാണ് എൻ്റെ റബ്ബ്, അവൻ്റെ നാമ ഗുണവിശേഷണങ്ങൾ, അവൻ്റെ വിധി തീരുമാനങ്ങൾ, അതുപോലെ ഈമാനായി അള്ളാഹു പഠിപ്പിച്ച എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ യഥാർത്ഥ രൂപത്തിൽ വിശ്വസിക്കുന്ന തൃപ്തിപ്പെടുന്ന ഒരാളായിരിക്കണം. എങ്കിൽ മാത്രമേ റബ്ബി അള്ളാഹ് എന്ന് ഖബറിൽ വെച്ച് ഉത്തരം പറയാൻ സാധിക്കുകയുള്ളൂ. ദുനിയാവിൽ ഹിഫ്ളാക്കി മനപ്പാടമാക്കി ഉത്തരം പറയുന്നത് പോലെയല്ല. ഖബറിൽ കൊണ്ടുവച്ചാൽ വേറൊന്നും നമ്മുടെ കൈകളിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മൂന്ന് കാര്യങ്ങൾ നമ്മോടൊപ്പം വരും, ഒരു മയ്യിത്തിനെ പിന്തുടരും. എന്തൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ? കുടുംബം, സമ്പത്ത്, കർമ്മങ്ങൾ. രണ്ടെണ്ണം തിരിച്ചു പോരും, ഒന്ന് ബാക്കിയാകും. എന്തൊക്കെയാണ് തിരിച്ചു പോരുക? തിരിച്ചു മടങ്ങുക കുടുംബവും സമ്പത്തും. ഒരാളും നമ്മുടെ കൂടെ ഖബറിൽ കിടക്കുകയില്ല, എല്ലാവരും തിരിച്ചു പോരും. നമ്മുടെ സമ്പത്ത് വീതിക്കപ്പെടും, അതിന് പിന്നീട് അനന്തരാവകാശികളായി മാറും. എന്നാൽ അമലുകൾ മാത്രമേ ബാക്കിയാവുകയുള്ളൂ. ആ അമൽ ഖൈറാണെങ്കിലും ഷർറാണെങ്കിലും അതിൻ്റെ തിക്തഫലമാണ് നമുക്ക് കിട്ടുക. ഇപ്പം കയ്യിലൊന്നുമില്ലാതെ ഖബറിൽ നമ്മെ കൊണ്ടുവെക്കപ്പെട്ടാൽ, ഈ ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ടാൽ ഉത്തരം പറയണമെങ്കിൽ, അതിന് സാധിക്കണമെങ്കിൽ നമ്മളതിൻ്റെ വക്താക്കളായിരിക്കണം. ദുനിയാവിൽ നമ്മുടെ ജീവിതം അതിനനുസരിച്ചായിരിക്കണം, എങ്കിൽ ഉത്തരം പറയാൻ സാധിക്കും. അതുപോലെ ഏതാണ് നിന്റെ ദീൻ എന്ന് ചോദിക്കപ്പെടും. എൻ്റെ ദീൻ ഇസ്ലാമാണ് എന്ന് പറയണമെങ്കിൽ ഒരു സംശയവുമില്ലാതെ, ഒരു റൈബുമില്ലാതെ അള്ളാഹുവിൻ്റെ ദീനിൽ ഉറച്ച് വിശ്വസിക്കണം. അല്ലാതെ എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങളുമായി അങ്ങനെ ജീവിക്കുക എന്നതല്ല. ചുറ്റുപാട് കുറേ മുസ്ലിമീങ്ങളുണ്ട്, അതുകൊണ്ട് നമ്മളങ്ങനെ മുസ്ലിമായി.
ജനിച്ചപ്പോഴേ മാപ്പിളയാണ്, അതുകൊണ്ട് പിന്നെ സർട്ടിഫിക്കറ്റിലൊക്കെ മാപ്പിള എന്ന് കൊടുത്തു, പിന്നെ അങ്ങനെ അങ്ങ് ജീവിക്കൽ തന്നെ അല്ല. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിനെ മതമായി നിങ്ങൾക്ക് ഞാനിത് തൃപ്തിപ്പെട്ട് നൽകിയിരിക്കുന്നു. അള്ളാഹു നമുക്ക് തൃപ്തിപ്പെട്ട് നൽകിയതാണ്. അതിനെ നമ്മൾ തൃപ്തിപ്പെട്ട് നമ്മുടെ ദീനായി അതിൽ ഇസ്സത്തുള്ളവരായി നമ്മൾ ജീവിച്ചാൽ എൻ്റെ ദീൻ ഇസ്ലാമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് റസൂലാണ്. അവിടുന്ന് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും അനുസരിക്കുകയും അവിടുന്ന് വിലക്കിയതിൽ നിന്ന് മാറി നിൽക്കുകയും അവിടുന്ന് പറഞ്ഞ സഹീഹായി വന്നതൊക്കെ സത്യപ്പെടുത്തുകയും അവിടുന്ന് പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിനെ ആരാധിക്കുകയും ചെയ്യുക എന്നതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത് ശരിയാവാനുള്ള മാനദണ്ഡങ്ങൾ. അത് പാലിച്ചൊരാൾ ജീവിക്കുകയാണെങ്കിൽ, അങ്ങനെ മരിച്ചു പോവുകയാണെങ്കിൽ എൻ്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് എന്ന് ഖബറിൽ വെച്ച് പറയാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളെ, ഈ പറഞ്ഞത് ദൃഢതയില്ലാതെ, ഉറച്ച വിശ്വാസമില്ലാതെ നമുക്ക് ലഭിക്കുകയില്ല. ഇതിലേതെങ്കിലും അല്ലെങ്കിൽ ഇതിലൊക്കെ ഒരാൾക്ക് സംശയമാണ്, ശക്കാണ്, യഖീനില്ല എങ്കിൽ അയാൾക്ക് ഉത്തരം പറയാൻ സാധിക്കുകയില്ല. മാത്രമല്ല അയാളുടെ ദീൻ അതോടുകൂടി പൊളിഞ്ഞു പോവുകയും ചെയ്യുന്നതാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതാണ് ഷെയ്ഖ് റഹിമഹുല്ലാ ആ ഭാഗത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ, ഈ തെളിവുകളൊക്കെ സഹോദരങ്ങളെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് ഒരിക്കലും റൈബുള്ള, സംശയമുള്ള ആളുകളായി നമ്മൾ ജീവിക്കരുത്. മറിച്ച് ഈമാൻ എന്നത് അത് ദൃഢമായിരിക്കണം. ഏത് കൊടുങ്കാറ്റടിച്ചാലും പതറിപ്പോവാത്ത സുമ്മ ലം യർതാബു ആ ആയത്ത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. പിന്നീട് ഒരിക്കലും ഒരു ശക്കും ഒരു സംശയവും ഇല്ലാത്ത വണ്ണം, സൂറത്തുൽ ഹുജറാത്തിലെ ആയത്താണ്. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ഈമാൻ, അങ്ങനെ ആയിരിക്കണം നമ്മുടെ വിശ്വാസം. എങ്കിൽ നമ്മൾ രക്ഷപ്പെടും. അങ്ങനെയുള്ളവരാണ് സത്യസന്ധന്മാർ എന്ന് ആ ആയത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ആശയക്കുഴപ്പങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. 33-ാമത്തെ അധ്യായം ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ബാബുൻ അസ്സുഖ്തു. അസ്സുഖ്തു എന്ന് പറഞ്ഞാൽ തൃപ്തിയുടെ നേർ വിപരീതമാണ് സുഖ്ത്. അഥവാ പരീക്ഷണമുണ്ടായി, മുസീബത്തുകൾ ബാധിച്ചു, പ്രയാസങ്ങളുണ്ടായി. ആ സമയത്ത് അള്ളാഹുവിൻ്റെ വിധി തീരുമാനങ്ങളാണ്, ഖളാ ഖദറാണ് എന്ന് മനസ്സിലാക്കി ആരാണോ കീഴൊതുങ്ങുന്നത് അവരാണ് വിജയികൾ. അതല്ലാതെ അതിന് നേർ വിപരീതമായി അള്ളാഹുവിൻ്റെ വിധിയെ പഴി പറഞ്ഞാൽ, അതിനോട് അനിഷ്ടം കാണിച്ചാൽ, കോപം കാണിച്ചാൽ, അതാണ് അസ്സുഖ്ത് എന്ന് പറഞ്ഞാൽ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖളാ ഖദറിൽ വിശ്വാസമുള്ളവനാണവൻ. ചെറിയ പ്രായം മുതലേ സഹോദരങ്ങളെ നമ്മൾ പഠിക്കുന്നതാണ് ഈമാനിൻ്റെ 6 കാര്യങ്ങൾ. അതിൽ 6ാമതായി നമ്മൾ എണ്ണിപ്പഠിച്ചതാണ് വതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി. നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ വിധി തീരുമാനങ്ങൾക്കനുസൃതമായിട്ടാണ്. ഇത് നമ്മുടെ വിശ്വാസമാണ്. അള്ളാഹുവിൻ്റെ ഏത് വിധി തീരുമാനങ്ങൾ സംഭവിച്ചാലും അതിൽ ക്ഷമിക്കുകയും അതിന് കീഴൊതുങ്ങുകയും അതിൽ നമുക്ക് പ്രയാസമുണ്ടാക്കുന്നതാണെങ്കിൽ പ്രതിഫലം ആഗ്രഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിൻ്റെ അടിസ്ഥാനം. ഒരു മുസീബത്ത്, ഒരു പ്രയാസം ബാധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അതെനിക്ക് ബാധിക്കേണ്ടത് തന്നെയായിരുന്നു. ഇനി ഒരു മുസീബത്ത് ബാധിക്കാതെ തെറ്റിപ്പോയി എങ്കിൽ അത് അള്ളാഹു എനിക്ക് നിശ്ചയിച്ചതായിരുന്നില്ല. ഇങ്ങനെയുള്ള തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞ ആ ദൃഢത, അതുമായി ബന്ധപ്പെട്ട അധ്യായമാണിത്.
സഹോദരങ്ങളെ, അസുഖ്ത് എന്നത് വൻപാപമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖളാ ഖദറിന് കീഴൊതുങ്ങാതെ, അതിൽ തൃപ്തി കാണിക്കാതെ, അള്ളാഹുവിൻ്റെ ഖദറിന് കീഴൊതുങ്ങാതെ അനിഷ്ടം കാണിക്കുകയും അതിനോട് വെറുപ്പ് കാണിക്കുകയും അള്ളാഹുവിനെ കുറിച്ച് മോശമായ വിചാരം വെച്ച് പുലർത്തുകയും ചെയ്യുക എന്നതൊക്കെയാണ് ഇതിൻ്റെ ഭാഗം. ഇത് വളരെ ഗുരുതരമായ അപകടമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുക. ഷെയ്ഖ് റഹിമഹുല്ലാ അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്നും ആയത്ത് എടുത്തുകൊടുത്തു. വഖൗലുല്ലാഹി തആല, അള്ളാഹു തആല പറഞ്ഞു, വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു, ആരാണോ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് അവൻ്റെ ഹൃദയത്തിന് അള്ളാഹു സന്മാർഗം നൽകുന്നതാണ്. ഈ ആയത്തിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: മാ അസാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്, ഏതൊരു മുസീബത്ത്, ഏതൊരു വിപത്ത് ബാധിക്കുന്നുണ്ടോ, സംഭവിക്കുന്നുണ്ടോ, ഇല്ലാ ബിഇദ്നില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ അത് സംഭവിക്കുന്നില്ല. അഥവാ അള്ളാഹുവിൻ്റെ ഇദിൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഖളാ ഖദറിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ സംഭവിക്കുന്നില്ല. അള്ളാഹു റബ്ബുൽ ആലമീൻ ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുന്നേ ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ്റെ പരിപൂർണമായ ഇൽമിൻ്റെ അടിസ്ഥാനത്തിൽ, അവൻ്റെ പരിപൂർണമായ യുക്തിയുടെ അടിസ്ഥാനത്തിൽ അവൻ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ഇത് നമ്മുടെ ഉറച്ച വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും വമൻ യുഅ്മിൻ ബില്ലാഹ്, അതുകൊണ്ട് ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ, അഥവാ അള്ളാഹുവിൻ്റെ ഖളാ ഖദറിൽ വിശ്വസിക്കുകയാണെങ്കിൽ, യഹ്ദി ഖൽബഹു, അവൻ്റെ ഹൃദയത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകുന്നതാണ്, അവൻ്റെ ഹൃദയത്തിന് സന്മാർഗം നൽകുന്നതാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, ഏതൊരു മുസീബത്ത് സംഭവിക്കുന്നോ, അത് എന്തുമാവട്ടെ, ഏതൊരു വിപത്ത് സംഭവിക്കുന്നോ, അത് റബ്ബുൽ ആലമീൻ തീരുമാനിച്ചതല്ലാത്ത ഒന്നും സംഭവിക്കുന്നില്ല. അഥവാ അള്ളാഹു അത് നേരത്തെ അറിഞ്ഞിട്ടുണ്ട്, അള്ളാഹു നേരത്തെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ച, തീരുമാനിച്ച കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അള്ളാഹു സൃഷ്ടിച്ചത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ഈ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാവണം. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുവാനാണ്. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ പരീക്ഷണമാണ്. ലിയജ്സിയല്ലദീന അസാഉ ബിമാ അമിലു വയജ്സിയല്ലദീന അഹ്സനു ബിൽ ഹുസ്ന, ഇഹലോകത്ത് ആരാണോ മോശം പ്രവർത്തിക്കുന്നത് അതിൻ്റെ തിക്തഫലം അള്ളാഹു അവന് നൽകും. ആരാണോ നല്ല സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ തിക്തഫലം അള്ളാഹു അവന് നൽകും. ഇത് പരീക്ഷണത്തിൻ്റെ കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷണങ്ങൾ ഉണ്ടാകും. പരീക്ഷണങ്ങൾ 2 രൂപത്തിലും ഉണ്ടാകും. നന്മ കൊണ്ടും അതല്ലാത്തത് കൊണ്ടും പരീക്ഷിക്കും. അള്ളാഹു പറഞ്ഞില്ലേ, വനബുലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, നന്മ കൊണ്ടും അതല്ലാത്തത് കൊണ്ടും, അഥവാ മുസീബത്തുകൾ കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. നന്മ കൊണ്ട്, അഥവാ നല്ല നല്ല കാര്യങ്ങൾ, സൗഖ്യം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, ആരോഗ്യം കൊണ്ട്, സന്താന സൗഭാഗ്യം കൊണ്ട്, അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിക്കും. അത് പരീക്ഷണമാണ്. നമ്മൾ വിചാരിക്കേണ്ടതില്ല, വലിയ സമ്പന്നർ, ദുനിയാവിലെ വലിയ വലിയ സൗകര്യമുള്ളവർ, അത് അള്ളാഹു റബ്ബുൽ ആലമീൻ അത് പരീക്ഷണമായിട്ടാണ് അവർക്ക് നൽകിയിട്ടുള്ളത്. പരീക്ഷണമാണത്. നേരെ തിരിച്ച് ഷർറ് കൊണ്ട് പരീക്ഷിക്കും. അഥവാ മുസീബത്തുകൾ കൊണ്ട്, രോഗം കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട്, ബുദ്ധിമുട്ടുകൾ കൊണ്ട്, തുടരെയുള്ള പരീക്ഷണങ്ങൾ കൊണ്ട്, വിപത്തുകൾ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും.
എന്നിട്ട് അള്ളാഹു സൂറത്തുൽ അംബിയയിലെ ആ ആയത്ത് അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? വ ഇലൈനാ തുർജഊൻ. ഇതിലേത് സംഭവിച്ചാലും ശരി നമ്മിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. സഹോദരങ്ങളെ, അദ്ദുനിയ ദാറു ഇബ്തിലാഇൻ വംതിഹാൻ. ദുനിയാവ് എന്നത് പരീക്ഷണത്തിൻ്റെ കേന്ദ്രമാണ്. ഇവിടെ ഖൈറായാലും ഷർറായാലും ഒക്കെ പരീക്ഷണമാണ്. നമ്മൾ വഞ്ചിതരായി പോവരുത്. നമ്മളൊരിക്കലും വഞ്ചിതരായി പോവരുത്. അള്ളാഹു ഒരാൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ നൽകി എന്നതൊരിക്കലും അള്ളാഹു അയാളെ തൃപ്തിപ്പെട്ടു എന്നതിൻ്റെ തെളിവല്ല. അള്ളാഹു ഒരാൾക്ക് തുടരെയുള്ള ആവർത്തിച്ചുള്ള പരീക്ഷണങ്ങൾ നൽകി ഒരിക്കലും അള്ളാഹു അയാളെ അവഗണിച്ചു എന്നതിൻ്റെ തെളിവല്ല. സൂറത്തുൽ ഫജ്റിൽ നമുക്ക് കാണാം, ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. എന്നാൽ മനുഷ്യൻ അവനെ തൻ്റെ റബ്ബ് പരീക്ഷിക്കുന്നു. അള്ളാഹു അവന് ആദരവ് നൽകുന്നു, ഒരുപാട് സുഖ സൗകര്യങ്ങൾ നൽകുന്നു. അപ്പോൾ അവൻ പറയും, എൻ്റെ റബ്ബിദാ എന്നെ ആദരിച്ചിരിക്കുന്നു. വഅമ്മ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. അതേ മനുഷ്യൻ തന്നെ അവൻ്റെ റിസ്ഖ്, ഉപജീവനം അള്ളാഹു ഒന്ന് പിടിച്ചാൽ, അവനൊരു പരീക്ഷണം ബാധിച്ചാൽ, ഒരു പ്രയാസമുണ്ടായാൽ അവൻ പറയും, എൻ്റെ റബ്ബ് എന്നെ ഇതാ അവഗണിച്ചിരിക്കുന്നു. ഇതാണോ ശരി? തൊട്ടുടനെ അള്ളാഹു പറയുന്നു, കെല്ല, അങ്ങനെയല്ല. ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി എന്നത് മനുഷ്യ അള്ളാഹു നിന്നെ ആദരിച്ചു എന്നതിൻ്റെ തെളിവല്ല. ഒരുപാട് പരീക്ഷണങ്ങൾ നൽകി എന്നത് മനുഷ്യ അള്ളാഹു നിന്നെ അവഗണിച്ചു, നിന്നെ ശിക്ഷിക്കുകയാണ് എന്നതിൻ്റെ തെളിവല്ല. കെല്ല. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല തൊട്ടുടനെ പറഞ്ഞു, കല്ല, അങ്ങനെയല്ല. തഫ്സീറുകളിൽ കാണാം, മുഫസ്സിറുകൾ പറഞ്ഞു, ഐ ലൈസൽ അംറു കമാ സഅം. മനുഷ്യർ, ആളുകൾ പറയുന്നത് പോലെയല്ല, അവർ വാദിക്കുന്നത് പോലെയല്ല കാര്യം. ലാ ഫി ഹാദാ വലാ ഫി ഹാദാ. അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞു എന്നത് അള്ളാഹു അവരെ ആദരിച്ചു എന്നതിൻ്റെ തെളിവല്ല. അള്ളാഹു ഒരാളെ പരീക്ഷിക്കുന്നു, ഒരാളുടെ ഉപജീവനം പിടിച്ചു വെക്കുന്നു, ഒരാൾക്ക് മുസീബത്ത് ബാധിക്കുന്നു എന്നത് അയാളെ അള്ളാഹു അവഗണിച്ചു എന്നതിൻ്റെ തെളിവുമല്ല. ഫഇന്ന അല്ലാഹ യുഅ്തിൽ മാല മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബ്. തീർച്ചയായും അള്ളാഹു സമ്പത്ത് എന്നത് അവൻ ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും നൽകും. വയുളയ്യിഖു അലാ മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബ്. അതേപോലെ തന്നെ ഇടുക്കം, ഞെരുക്കം അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കും അല്ലാത്തവർക്കും ഒരുപക്ഷെ നൽകും. വഇന്നമൽ മദാറു ഫീ ദാലിക അലാ ത്വാഅത്തില്ലാഹി ഫീ കുല്ലി മിനൽ ഹാലൈൻ. ഈ രണ്ടവസ്ഥ ഉണ്ടായാലും ആ രണ്ടവസ്ഥകളിലും അള്ളാഹുവിനെ അനുസരിക്കുന്നിടത്താണ് കാര്യം. ഇൻ കാന ഗനിയൻ ബി അൻ യശ്കുറ അല്ലാഹ അലാ ദാലിക്. അള്ളാഹു ഒരാൾക്ക് സമ്പത്ത് നൽകിയെങ്കിൽ, ഒരാൾ സമ്പന്നനായി തീർന്നുവെങ്കിൽ അതിൻ്റെ പേരിൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യുമ്പോഴാണ് അവൻ്റെ പരീക്ഷണം പൂർത്തിയാകുന്നത്. വഇദാ കാന ഫഖീറൻ ബി അൻ യസ്ബിർ. ഇനി ദരിദ്രനാണ്, പ്രയാസമാണ്, മുസീബത്താണ് എങ്കിൽ അതിൽ ക്ഷമ കൈക്കൊള്ളുന്നിടത്താണ് കാര്യം. അപ്പോൾ നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും, ഖൈർ കൊണ്ടും ഷർറ് കൊണ്ടും. അള്ളാഹു അതാ പരിശുദ്ധ ഖുർആനിൽ പരീക്ഷണവുമായി ബന്ധപ്പെട്ട് 4ഓളം സ്ഥലങ്ങളിൽ ഒരേപോലെയുള്ള ആയത്ത് പറഞ്ഞിരിക്കുന്നു. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ ശകൂർ. തീർച്ചയായും അതിൽ എല്ലാ ക്ഷമിക്കുന്നവനും നന്ദി കാണിക്കുന്നവനും ദൃഷ്ടാന്തമുണ്ട്. ക്ഷമയും നന്ദി കാണിക്കലുമാണ് പരീക്ഷണത്തിൻ്റെ ഘട്ടങ്ങളിൽ ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. ഖൈർ കൊണ്ടാണ് പരീക്ഷിക്കപ്പെട്ടത് എങ്കിൽ അവൻ നന്ദിയുള്ളവനായിരിക്കണം. അതല്ല, പ്രയാസങ്ങൾ കൊണ്ടാണെങ്കിൽ അവൻ ക്ഷമയുള്ളവനും ആയിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അജബൻ ലിൽ മുഅ്മിൻ. മുഅ്മിനിൻ്റെ കാര്യം അത്ഭുതമാണ്, മുഅ്മിനിൻ്റെ കാര്യം അത്ഭുതകരമാണ്. ലാ യഖ്ദില്ലാഹു ലഹു ശൈഅൻ ഇല്ലാ കാന ഖൈറൻ ലഹു. അല്ലാഹു തആല അവൻ്റെ കാര്യത്തിൽ
യാതൊന്നും വിധിക്കുന്നില്ല അവനത് നന്മയായി ഭവിച്ചിട്ടല്ലാതെ. നമ്മുടെ ജീവിതത്തിൽ എന്തൊരു തീരുമാനം അള്ളാഹു തീരുമാനിച്ചുവോ സഹോദരങ്ങളെ, നമ്മൾ ഉറച്ചു വിശ്വസിക്കുക, അതൊക്കെ നമുക്ക് ഖൈറാണ്, അതൊക്കെ നമുക്ക് നന്മയായിട്ടല്ലാതെ ഭവിക്കുകയില്ല. മറ്റൊരു ഹദീസിൽ നമുക്ക് സുപരിചിതമായ ഹദീസുകളാണിവ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജബൻ ലി അംരിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം അത്ഭുതകരമാണ്. ഇന്ന അംറഹു കുല്ലഹു ഖൈർ, തീർച്ചയായും അവന്റെ എല്ലാ കാര്യങ്ങളും അവന് ഖൈറാണ്, നന്മയാണ്. വലൈസ ദാക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, മുഅ്മിനിനല്ലാതെ ഇതുപോലെ എല്ലാം ഖൈറാവുക എന്നൊരവസ്ഥ ഉണ്ടാവുകയില്ല. ഇൻ അസാബത്ഹു സറാഉ ശക്കർ, മുഅ്മിനിനൊരു സന്തോഷമുണ്ടായി അവൻ അതിന് നന്ദി കാണിക്കും. ഫകാന ഖൈറൻ ലഹു, അതവന് നന്മയായി ഭവിക്കും. അഥവാ അള്ളാഹു അവന്റെ നന്ദി കാണിക്കലിന് പ്രതിഫലം നൽകും. വൈൻ അസാബത്ഹു ദർറാ, ഇനി മുഅ്മിനൊരു പ്രയാസം ബാധിച്ചു, സബറ, അവനതാ ആ പ്രയാസത്തിൽ, ആ പരീക്ഷണത്തിൽ ക്ഷമ കൈക്കൊള്ളുന്നു. ഫകാന ഖൈറൻ ലഹു, അതവന് നന്മയായി ഭവിക്കും. അഥവാ അള്ളാഹു ആ ക്ഷമക്ക് പ്രതിഫലം നൽകും. സഹോദരങ്ങളെ, ഒരുപാട് ആയത്തുകളും ഹദീസുകളും ഈ വിഷയത്തിൽ നമുക്ക് കാണാം. ഇൻഷാ അള്ളാഹ് ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത ദർസിൽ നമുക്ക് വിശദീകരിക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണിത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഖൈർ വന്നു കിട്ടിയാൽ നന്ദി കാണിക്കാൻ മറന്നുപോയാലും, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അങ്ങനെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. നന്ദി കാണിക്കാൻ മറന്നുപോയാലും മുസീബത്തിൻ്റെ വേളകളിൽ ക്ഷമിക്കുക എന്നത് പല ആളുകൾക്കും സാധിക്കുന്നില്ല. നന്ദിയും കാണിക്കൂല, ക്ഷമയും ഉണ്ടാവില്ല. വലിയ അപകടമാണത്. വൻപാപങ്ങളിൽപ്പെട്ടതാണ്. ഖൈറാണെങ്കിൽ അതിന് നന്ദി കാണിക്കേണ്ടവനാണ് മുഅ്മിൻ, പരീക്ഷണമാണെങ്കിൽ ക്ഷമിക്കേണ്ടവനാണ് മുഅ്മിൻ. നന്ദി കാണിക്കാതെ ക്ഷമിക്കാതെ അള്ളാഹുവിൻ്റെ വിധി തീരുമാനങ്ങളിൽ വെറുപ്പുണ്ടായാൽ, കോപം കാണിച്ചാൽ അത് വൻപാപമാണ് എന്നാണ് ഈ അധ്യായത്തിലൂടെ ശൈഖ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കുന്ന ഒരു അധ്യായമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളുമായി ബന്ധപ്പെട്ട അനേകം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് വായിക്കാം. ഇൻഷാ അള്ളാഹ് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാക്കി അടുത്ത ദർസിൽ വിശദീകരിക്കാം. അള്ളാഹു റബ്ബുൽ ആലമീൻ മരണം വരെ അവൻ്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളായി മുഅ്മിനീങ്ങളായി നമ്മെ മരിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല അഅ്ലാ വ അഅ്ലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.